إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത, എന്നെന്നുമുള്ള ഒരു മുൻകരുതൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. സമൂഹത്തിൽ ഇന്ന് വളരെയധികം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ. നമുക്കറിയാം, ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അതുപോലെയുള്ള മറ്റു രാഷ്ട്രങ്ങളെ അത്രത്തോളം എത്തുമാർ നമ്മുടെ ഈ കൊച്ചു കേരളവും നമ്മുടെ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നിൻ്റെ അതിപ്രസരണം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണിത് ഉപയോഗിക്കാത്തവർ എന്ന രീതിയിൽ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ വരിക, അല്ലെങ്കിൽ വരുന്ന തലമുറയിൽ ആരാണ് ഉണ്ടാകുക എന്ന നിലക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതിൻ്റെ കച്ചവടവും വിതരണവും ഒക്കെ വ്യാപകമാണ്. പല മുസ്ലിം ചെറുപ്പക്കാരും അതിൽ അടിമപ്പെട്ട് കിടക്കുന്നുണ്ട്. പെട്ടുപോയാൽ തല ഊരി എടുക്കുക അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പോൾ ഇസ്ലാം എന്താണ് ഇതിനൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത് എന്താണ്? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലത്ത് മദ്യം വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. മദ്യം കുടിക്കാത്ത, മദ്യം നുകരാത്ത ഒരാൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുന്നത്, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ. കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചൊക്കെ അവർ താങ്കളോട് ചോദിക്കുന്നുണ്ടല്ലോ. പറയുക നബിയെ, കുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ. അത് വളരെ ഗുരുതരമായ പാപം അതിലൊക്കെയുമുണ്ട്. വമനാഫിഉ ലിന്നാസ്. എന്നാൽ ചില ആൾക്കാർക്ക് അതുകൊണ്ട് വല്ല ഉപകാരമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അന്ന് മദ്യം ഇഷ്ടം പോലെ കൊടുത്ത്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വേദനകൾ സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് അതിൽ നിന്നുണ്ട് കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്. വൈസ്മു അക്ബറു മിൻ നഫീഹിമാ. അതെ, പക്ഷെ ആ ഉപകാരത്തെക്കാൾ ഉള്ളത് എന്താണ്? പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പഠിപ്പിച്ചു. നമുക്കറിയാം, ഈ ആയത്താണ് മദ്യവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇറങ്ങിയെന്നാണ്. എന്ന് പറഞ്ഞാൽ മദ്യപാനം ഗുരുതരമായൊരു പാപമാണ്. ആ പാപത്തെ ചെറിയ പ്രയോജനങ്ങൾ കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ന്യായീകരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഇതാണ് ഒന്നാമത് ഇറങ്ങിയ ആയത്ത്. സത്യവിശ്വാസികൾ ഒന്നടങ്കം ആ സമയത്ത് മദ്യം വർജിച്ചോ? ഇല്ല. ചില സഹാബികളൊക്കെ മദ്യം നുകരുന്നവരായി തന്നെ തുടർന്നു. ചിലർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുൻകൂട്ടിയിട്ട് എന്താണ് മദ്യം വർജിക്കുകയുണ്ടായി. അതാണ് നമുക്കറിയാം, ഈ ബുഖാരിയിൽ കാണാം, ഇന്നമാ നസല അവ്വലമാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സിലി ഫീഹാ സിക്റുൽ ജന്നത്തി വന്നാർ. ഇപ്പോൾ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തുകൾ സൂറത്ത് അദ്ദാരിയാത്ത് മുതൽ അതുപോലെ നാസ് വരെയുള്ള 64ഓളം ചെറിയ ചെറിയ ആയത്തുകളാണ്, സൂറത്തുകളായിരുന്നു. അൽ മുഫസ്സിൽ എന്നാണ് പറയുക. ഖുർആനെ 4ആയി വിഭജിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ.
അതിൽ അൽ മുഫസ്സിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സൂറത്തുകളാണ്. അദ്ദാരിയാത്ത് മുതൽ നാസ് വരെ 64 സൂറത്തുകളുണ്ട് ഖുർആനിൽ. അപ്പൊ അതിൽപ്പെട്ട മിക്ക സൂറത്തുകളും ഇറങ്ങിയത് മക്കിയായ സൂറത്താണ്. അപ്പൊ അതായിരുന്നു ആദ്യമായി ഇറങ്ങിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയം തൗഹീദ്, സ്വർഗം, നരകം എന്നിവയൊക്കെയാണ്. ഹത്താ ഇദാ സാബ അന്നാസു ഇലൽ ഇസ്ലാം നസലൽ ഹലാൽ വൽ ഹറാം. ഇസ്ലാമിൽ ജനങ്ങൾ ഉറച്ചു നിന്നപ്പോൾ പിന്നെ ഹലാലിനെ പറ്റിയും ഹറാമിനെ പറ്റിയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കാൻ വേണ്ടി തുടങ്ങി. എന്ന് പറയാം, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ. നിങ്ങൾ കള്ള് കുടിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറു അബദാ, ഞങ്ങൾ കള്ള് ഉപേക്ഷിക്കില്ല എന്നവർ പറയുമായിരുന്നു. വലൗ നസല ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യമായിട്ട് ഇറങ്ങിയതെങ്കിലോ ലഖാലു ലാ നദഉ സിന അബദ, അവർ പറയും ഞങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കുകയും ചെയ്യില്ല എന്നവർ പറയുമായിരുന്നു എന്നാണ്. കാരണം അത്രമാത്രം അവർ അഡിക്റ്റായ ഒരു സമൂഹമായിരുന്നു വ്യഭിചാരത്തിലും മദ്യപാനത്തിലും. ഇപ്പൊ ജാഹിലിയയിലെ ഒരു അറബി കവി ഇങ്ങനെ പാടിയതെ കാണാൻ വേണ്ടി സാധിക്കും. ഇതേ മുത്തുൻ ഫദ്ഫിന്നി ഇല അസ്ലി കർമത്തിൻ തുറവി ഖാമി ഫിത്തുറബി ഉറൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരി വള്ളിയുടെ മുരടിനടിയെ മറമാടണം. കാരണം മണ്ണിലുള്ള എൻ്റെ അസ്ഥികൾ അതിൻ്റെ വേരുകളിൽ നിന്ന് ലഹരി രുചിക്കട്ടെ. എന്നെ ഒരിക്കലും മരുഭൂമിയിൽ മറമാടാൻ വേണ്ടി പാടുന്നില്ല, കാരണം അവിടെ എനിക്ക് ലഹരി ആസ്വദിക്കാനാവില്ലല്ലോ എന്ന്. അത്രമാത്രം മദ്യം ആസ്വദിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അത്. അപ്പൊ രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് അവർക്ക് ആയത്തിറക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു സദ്യ ഉണ്ടായിരുന്നു. അപ്പൊ സഹാബികളൊക്കെ എന്താക്കി ആ പരിപാടിക്ക് പങ്കെടുത്തു. ആ പരിപാടിയിൽ മദ്യം വിളമ്പിയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു നിസ്കാരം സംഘടിപ്പിച്ചു. മഗ്‌രിബിന്റെ സമയമായപ്പോൾ ഈ സഹാബികൾ എന്താക്കി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അപ്പൊ ഇമാമായി ഇരുന്നാൾ എന്താക്കി കുലിയ അയ്യുൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പാരായണം ചെയ്തു. ലാ ഒഴിവാക്കി. സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. പക്ഷെ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പാരായണം ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബുസ്സലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. വഅൻതും സുക്കാര ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ എന്ന് പറഞ്ഞ മദ്യത്തിൽ അടിമപ്പെട്ട് അല്ലെങ്കിൽ കള്ള് കുടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കരിക്കാൻ വേണ്ടി പാടുന്നതല്ല എന്ന് രണ്ടാമത്തെ ആയത്തിറക്കി. നമുക്കറിയാം, തഫ്സീറുകൾ കാണാം, കള്ള് കുടിച്ച് ചിലപ്പോൾ നിസ്കാരം തന്നെ അവർ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇശാ സമയത്തൊക്കെ കള്ള് കുടിക്കാൻ തുടങ്ങി ചിലപ്പോൾ സോബി വരെ കള്ളു കുടിക്കും. സോബി നിസ്കാരങ്ങൾ കഴിഞ്ഞ് കള്ളു കുടിക്കാൻ തുടങ്ങിയാലോ അത് ചിലപ്പോൾ ലോഹർ വരെ കുടിക്കുമെന്നാണ്. അത്രമാത്രം കാര്യമായ പണിയില്ല. കൃഷി ആവശ്യമുള്ള ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെന്താ ജോലി? പിന്നെ മദ്യം ആസ്വദിക്കുക, കള്ളു കുടിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖണ്ഡിതമായി നിരോധിക്കുന്ന മൂന്നാമത്തെ ആയത്തിറക്കി. നിസ്കാരം വരെ ഉപേക്ഷിക്കുന്ന ഘട്ടം വന്നപ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, കള്ള്, അതുപോലെ തന്നെ ചൂതാട്ടം, അതുപോലെ തന്നെ ശിലായ പൂജ, അസ്തമേറ്, അതുപോലെയൊക്കെയുള്ള സംഗതി എന്താണ്? അതൊക്കെ ശൈത്താൻ എന്നുള്ള മലിന വൃത്തികളാണ്, വൃത്തികെട്ട സംഭവങ്ങളാണ്. ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അതെന്താക്കണം, അത് വെടിയണം എന്ന് പറഞ്ഞുള്ള ആയത്തിറക്കി. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖിയ ബൈനക്കുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസദ്ദുക്കും അൻ ദിക്രില്ലാഹ് വഅനിസ് സലാത്തി ഫഅൽ അൻതും മുൻതഹൂൻ. ശൈത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനാണ് നോക്കുന്നത്, പക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഏത് വഴി? ചൂതാട്ടം വഴിയും കള്ളു വഴിയും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി, നിങ്ങളെ തടിയാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. നിങ്ങൾ പിന്തിരിയാൻ ഒരുക്കമാണോ? നിങ്ങളത് വെടിയാൻ ഒരുക്കമാണോ? അല്ലാഹുവിനെയും പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. എന്ന ആയത്തിറങ്ങി. ഈ വചനം ഇറങ്ങിയപ്പോ സഹാബികൾ ഒന്നടങ്കം ഒരേ സമയത്ത് പ്രസ്താവിച്ചു, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
അതെ, ഫലീഹു എന്ന് വിളിക്കുന്ന ഒരു ഇനം മദ്യമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്താക്കി, അബൂതൽഹക്ക് ഞാനിങ്ങനെ കള്ളിങ്ങനെ വിളമ്പിക്കൊടുക്കുമ്പോ വഫൂലാൻ മറ്റു ചിലർക്കൊക്കെ കള്ളിങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പൽ ബല്ലഗക്കുമുൽ ഖബർ, അല്ലപ്പോ നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലയോ? ഫഖാലു മാദാക്. അപ്പോ സഹാബികൾ ചോദിച്ചു, എന്താണ് വിവരം? ഹുരിമത്തുൽ ഖംർ, കള്ള് നിരോധിച്ചിരിക്കുന്നു. കാലു, അവർ പറഞ്ഞു വന്ന അഹ്രിഖു ആദി കിലാല യാ അനസ്, അനസേ ആ പാത്രങ്ങളിൽ നിന്ന് തച്ച് പൊളിച്ചാളാം. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലയോ, കള്ള് ഹറാമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയാണ്, അനസേ, കള്ള് ഒഴിച്ചു കൊടുക്കുന്ന സഹാബിനോട് പറയും, ആ പാത്രം എല്ലാം നിങ്ങൾക്ക് തച്ച് പൊളിക്കൂ. ആ മനുഷ്യൻ പറഞ്ഞതിന് ശേഷം അവർ കൂടുതലൊന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഇപ്പം നിരോധിച്ചത്, എന്താണ് പ്രശ്നം, എന്താ നിരോധിക്കാനുള്ള കാരണം, അതൊന്നും അവർ അന്വേഷിച്ചിട്ടില്ല. കേട്ട മാതിരി അവർ പറഞ്ഞു, എന്താ ആ പാത്രങ്ങൾക്ക് തച്ച് പൊളിച്ചാളാണ്. കാരണം എന്താണ്, അള്ളാഹുവിൻ്റെ ഏത് കൽപ്പനയും അംഗീകരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലേക്ക് അവരുടെ ഈമാൻ അവരെ കൊണ്ടു ചെന്നെത്തിച്ചിരുന്നു. അപ്പോഴാണ് എന്ത് വന്നത്, കള്ളിന്റെ നിരോധനം ഉണ്ടായത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത വഹുവ മുദ്മിനു ഖംറിൻ ലഖിയ റബ്ബഹു വകആബിദി വസനിൻ. അതെ, ഒരു മുഴുക്കുടിയനായി ഒരാൾ മരിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടുക വിഗ്രഹാരാധന പോലെയാണ്. വിഗ്രഹത്തെ ഇബാദത്ത് ചെയ്ത് ആരാധിച്ച് മരിച്ചുപോയതിനെ പോലെയാണ് ഒരാൾ മുഴുക്കുടിയനായി മരിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടുക. അപ്പൊ അള്ളാഹുവിങ്കൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം ഏതാണ്? അത് ശിർക്കാണ്. അപ്പൊ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ശിർക്കിന്റെ ആളായ വിഗ്രഹാരാധന പോലെയായിരിക്കും ആര്? ഒരു മദ്യം നുകരുന്ന ആൾ, അങ്ങനെ മരിച്ചുപോയ ആളെന്ന. മദ്യം പല രൂപത്തിലും ഉണ്ടാവും, പല നാമത്തിലും ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യശ്റബന്ന നാസു മിൻ ഉമ്മത്തിൽ ഖംറു യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. തീർച്ചയായും എന്റെ സമുദായത്തിൽ നിന്നൊരു വിഭാഗം മദ്യത്തിന് അതല്ലാത്ത പേര് നൽകി അത് പാനം ചെയ്യുന്നതാണ്. ചിലപ്പോൾ ബ്രാൻഡി എന്ന് പറയും, വിസ്കി എന്ന് പറയും, പല രൂപത്തിലും അവര് പേര് വിളിച്ചുകൊണ്ട് അത് പാനം ചെയ്യും. അങ്ങനെ ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഒരാള് വ്യഭിചരിക്കുകയില്ല. വലാ യശ്റബുൽ ഖംറ ശാരിബുഹാ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ കള്ളു കുടിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. അതെ, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞ വിശ്വാസം അയാളിൽ നിന്ന് കുറവായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. കള്ളുകുടി എന്ന് പറഞ്ഞാൽ, മദ്യം എന്ന് പറഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ നീചവൃത്തികളുടെയും മാതാവാണ്. കള്ള് കുടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കള്ള്, മദ്യം എന്നൊക്കെ പറയുന്നത്, ലഹരി എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് എല്ലാ നീചവൃത്തികളുടെയും മാതാവാണ്. വഅക്ബറുൽ കബായിർ, ഏറ്റവും വലിയ വൻപാപമാണ്. മൻ ശരിബ വഖാല ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി. ഒരാൾ കള്ള് കുടിച്ചാൽ ചിലപ്പോൾ തന്റെ ഉമ്മാന്റെ മേലെ, പിതൃ സഹോദരിയുടെ മേലെ, അല്ലെങ്കിൽ മാതൃ സഹോദരിയുടെ മേലെ വീണിരിക്കും, വ്യഭിചരിച്ചിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്കറിയാം, മദ്യപിക്കാൻ പണത്തിന് മോഷ്ടിക്കും, ഭാര്യമായി തെറ്റും, വ്യഭിചാരത്തിലേക്ക് പോകും, ലഹരി ബാധിച്ച് വഴക്കിട്ട് കൊലപാതകം ചെയ്യും. പുളിച്ച വൃത്തികെട്ട വാക്കുകളും പ്രവൃത്തികളും അയാൾക്ക് നിസാരമായിരിക്കും. ഈ അവസ്ഥ തന്നെയാണ് സഹോദരന്മാരെ ലഹരിക്കുമുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ലഹരി, മദ്യം അത് മ്ലേച്ഛ വൃത്തികളുടെ മാതാവാണ്. മൻ ശരിബ ലം യഖ്ബൽ ഇല്ലാഹു മിന്നു സലാത്തൻ 40 യൗമ. ആരെങ്കിലും അത് നുകർന്നാൽ അയാളുടെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല. ഒരാൾ മദ്യം നുകർന്നു അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ടു, കാരണം ഖംറിന് പല അർത്ഥമുണ്ട്. അങ്ങനെ ലഹരിക്കടിമപ്പെട്ടു മദ്യത്തിന് വിധേയനായി ഒരാൾ മരിച്ചിരിക്കെ അവന് ജാഹിലിയത്തിലുള്ള മരണമാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു, അല്ലാ തുശ്രിക ബില്ലാഹി ഷൈഅൻ വഇൻ ഖുതിഅത വഹുരികത. താങ്കൾ കൊല്ലപ്പെട്ടാലും താങ്കൾ ചുട്ടരിക്കപ്പെട്ടാലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ വേണ്ടി പാടുന്നതല്ല.
വലാ തദ്റുകു സലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ ഫഖദ് ബരിയത മിൻഹു സിമ്മ. നിർബന്ധ നിസ്കാരം ഒരിക്കലും താങ്കൾ ഉപേക്ഷിക്കാൻ വേണ്ടി പാടുന്നതല്ല. വലാ തശ്റബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി. അതെ, ഒരിക്കലും മദ്യം നുകരിക്കരുത്. എല്ലാ തിന്മയുടെയും താക്കോലാണ് അത്. എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അത് ഒരിക്കലും നുകരാൻ വേണ്ടി പാടുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാ അധാർമികതയുടെയും മെഹ്റ്റാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅശ്രി കലിമാത്തിൻ. 10 കലിമാത്തുകൾ കൊണ്ട് എന്റെ പ്രവാചകൻ എന്നെ ഉപദേശിക്കുകയുണ്ടായി. അതിൽ ഒന്ന്, വലാ തശ്റബന്ന ഖംറ, ഒരിക്കലും മദ്യം കുടിക്കരുത്, മദ്യം നുകരരുത്. ഫഇന്നഹു റഅസു കുല്ലി ഫാഹിഷ. ഖംർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ തിന്മകളുടെയും ഹെറ്റാണ്, എല്ലാ തിന്മയുടെയും ഹെറ്റാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇജ്തനിബുൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ. തീർച്ചയായും ഖംർ ഉപേക്ഷിക്കണം, കാരണം അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സഹോദരന്മാരെ, ഖംർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറി. അദ്ദേഹം അല്ലാഹുവിനെ സ്തുതിച്ചു, പുകഴ്ത്തി. ശേഷം പറഞ്ഞു, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലേ വൈനൽ ഖംറ നസല തഹ്രീമുഹാ യൗമ നസൽ. അറിയണം, മദ്യം അതിന്റെ നിരോധനം അത് അവതരിച്ച ദിവസം തന്നെ അവതരിച്ചിട്ടുണ്ട്. വഹിയ മിൻ ഖംസത്തി അഷ്യാ, അതിൽ 5 കാര്യമുണ്ട്. മിനൽ ഹിൻദത്തി, ഗോതമ്പിൽ നിന്നുള്ള മദ്യമുണ്ട്. വശഈരി, ബാർലിൽ നിന്നുള്ള മദ്യമുണ്ട്. വതംരി, ഈത്തപ്പഴത്തുള്ള മദ്യമുണ്ട്. വസബീബി, ഉണക്കമുന്തിരിയിൽ നിന്നുള്ള മദ്യമുണ്ട്. വൽ അസലി, തേനിൽ നിന്നുള്ള മദ്യമുണ്ട്. വൽ ഖംറു മാ ഖാമറൽ അഖൽ. മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബുദ്ധിക്ക് മത്ത് പിടിപ്പിക്കുന്നതാണ് മദ്യം, ബുദ്ധിക്ക് ലഹരി ബാധിക്കുന്നതാണ് മദ്യം. അപ്പൊ ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ഖംറിന്റെ പരിധിയിൽപ്പെടും. ഖംർ എന്നാൽ മറക്കുക, മൂടുക. ബുദ്ധിയെ ലഹരിയിൽ മറക്കുന്നതും മൂടുന്നതൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ ഖംറാണ്. അതിനാൽ ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങളും മയക്കുമരുന്നുകളും ഇതര ദ്രവ്യങ്ങളൊക്കെയും എന്താണ്? ഈ ഖംറിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും എന്താണ്? അത് മദ്യമാണ്. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്? അതൊക്കെ ഹറാമാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കുല്ലു മുഹമ്മിരിൻ ഖംറുൻ. ബുദ്ധിയെ മൂടുന്നതൊക്കെ മദ്യമാണ്. ഒരാളെ സ്ഥിര ബുദ്ധി ഉണ്ടാക്കുന്നില്ല, അയാൾ ബുദ്ധിയെ തെറ്റിക്കുന്ന പ്രവർത്തനമാണ്. അതൊക്കെ എന്തൊക്കെയുണ്ട്? അത് സിന്തറ്റിക് ഡ്രഗ്സ് ആകാം, MDM ആകാം, എന്തൊക്കെയുണ്ട്, കഞ്ചാവാകാം. അതൊക്കെ മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. വമൻ ശരിബ മുസ്കിറൻ ബുഖിസത്തു സലാത്തു 40 സബാഹ. ആരെങ്കിലും അതിൽ നിന്ന് നുകർന്നാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല 40 ദിവസത്തെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് വളരെ കുറച്ചാണെങ്കിലും, കുല്ലു മുസ്കിരിൻ ഹറാം, വളരെ നേരിയതാണെങ്കിലും എല്ലാ ബുദ്ധിയും എല്ലാ ലഹരി ഉണ്ടാക്കുന്ന ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അസ്കറ മിൻഹുൽ ഫർഖു ഫമിൽഉൽ കഫി മിൻഹു ഹറാമൻ. ഒരു ഫർക്ക് ലഹരി ഉണ്ടാക്കുന്നത് ഒരു കൈക്കുമ്പിളി നിറച്ചാണെങ്കിലും ഹറാമാണ്. മാ അസ്കറ കസീറു ഫഖലീലു ഹറാമൻ. ലഹരി ഉണ്ടാക്കുന്ന വസ്തു ഏറ്റവും നിസാരമാണെന്ന് വിചാരിച്ചു, വളരെ കുറവേ ഉള്ളൂ, ഒരു 0.5 ഗ്രാം അത്രയേ ഉള്ളൂ, അതും ഹറാമാണ്. കൂടുതൽ ലഹരി ഉപയോഗിച്ചാലും എന്താണ്? അതും ഹറാമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഒരാൾ വന്നിട്ട് ജയ്ഷാൻഖാനായ ഒരാൾ, യമനിലെ സ്ഥലമാണ്, അയാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു കായുണ്ട്, അതിന് മിസ്ര എന്നാണ് പറയുക. ആ കായൽ നിന്ന് നമ്മൾ ഒരു നീരാക്കിയിട്ട് കുടിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുടിക്കാറുള്ള ചോളത്തിന്റെ പാനീയം, ആ പാനീയത്തിൽ നിന്ന് നല്ലൊരു നീര് ഞങ്ങൾ കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് ഹറാമാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മുസ്കിറുൻ ഹുവ, അത് ലഹരി ഉണ്ടാക്കുന്നുണ്ടാണോ? അപ്പൊ അയാൾ പറഞ്ഞു അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന ഹറാം. ഏത് വസ്തുവാണ് നമ്മളെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത്, ബുദ്ധിയെ താളം തെറ്റിക്കുന്നത്, സ്ഥിര ബുദ്ധി ഉണ്ടാക്കാത്തത്, അതൊക്കെയും ഹറാമാണ്. ഇന്നല്ലാഹു അസ്സ വജല്ല അഹിദ ലിമൻ ശരിയ മുസ്കിറ അൻ യസ്കിയഹു മിൻ ദീനത്തിൽ ഖബാൽ. ലഹരി ഉണ്ടാക്കുന്നത് കുടിക്കുന്നവനെ, ആസ്വദിക്കുന്നവനെ
തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊരു നീരാണ്. യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, എന്താണ് തീനത്തുൽ ഖബാൽ? അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ വിയർപ്പാണത്. ഉസാരത്തു അഹ്ലിന്നാർ, അല്ലെങ്കിൽ അത് നഗരവാസികളുടെ ചീഞ്ചലമാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത നമ്മൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്. മദ്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കുറിച്ച് സ്വയം നമ്മൾ ജാഗ്രത വെച്ച് പുലർത്തുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഈ ബോധ്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു പ്രവൃത്തികൾ നമ്മൾ മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മേഖലകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന വഴിയല്ല, അത് വ്യാപകമായിട്ടുള്ള അർത്ഥമുള്ളൊരു മേഖലയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, കോളേജിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. ആരാണ് ഇവൻ്റെ കൂട്ടുകാരൻ, അവൻ്റെ ഭാവി എങ്ങനെയാണ് വരുന്നത് എന്ന ആദിയിലാണ് എല്ലാ രക്ഷിതാക്കളും. ഒരു ചെറുപ്പക്കാരൻ 16 വയസ്സ് 17 വയസ്സ് ഒരു ആൺകുട്ടി വീട്ടിലേക്ക് വളർന്നു വരുമ്പോൾ ഒരു ആശങ്കയാണ്, ആകുലതയാണ്. പെൺകുട്ടികൾ പോലും നമുക്കറിയാം MDMA പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മെത്തലീൻ ഡയോക്സ് ആംഫിറ്റമിൻ എന്നതിൻ്റെ അർത്ഥം, അത് ഉപയോഗിക്കുന്നവരാണ് എന്നാണ്. ചെറിയ കുട്ടികൾ പോലും 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പെൺകുട്ടികൾ പോലും അതിൽ നിന്ന് ഒഴിവല്ല എന്നാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കോളേജുകളിലൊക്കെ. എക്സ്, എക്ടലി, മോളി, MDMA, അല്ലെങ്കിൽ പാക്കറ്റ്, പൗഡർ, അല്ലെങ്കിൽ പൊടി, ഇങ്ങനെ പല രൂപത്തിലും വിളിക്കുന്നു. മയക്കുമരുന്നുകളിൽ കാളക്കൂടമാണ് ശരിക്കും പറഞ്ഞാൽ MDMA എന്ന് പറയുന്നത്. ഒരു രസത്തിന് വേണ്ടി ആസ്വദിക്കും. ഒന്ന് രുചിച്ച് നോക്കും, എല്ലാം നമ്മൾ അറിയണ്ടേ, ഒന്ന് രുചിച്ച് നോക്കുക. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കൂട്ടുകാരി പറയുക, അല്ലെങ്കിൽ കൂട്ടുകാരൻ പറയുക. ഒന്ന് ആസ്വദിച്ച് നോക്ക്. ചെറിയ 0.5 അതൊക്കെ ഉണ്ടാകുക. അതിങ്ങനെ ഇട്ട് ഒന്ന് വയലങ്ക വെക്കും. ഒരു 12-16 മണിക്കൂർ ഏതോ ലോകത്തായിരിക്കും. ഒരു പ്രത്യേകമായ ഊർജം, അതിവേഗം നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നത് നന്നാണ്. തുടക്കത്തിൽ ആനന്ദത്തിന് പിന്നിലെ ശരീരത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് വീഴും. പ്രത്യേകമായ രക്തസമ്മർദ്ദം വളരും, ശരീരത്തിന്റെ താപനില ഉയരും, അതുപോലെ തന്നെ ലൈംഗിക ശക്തി വർദ്ധിക്കും. പല രൂപത്തിലുള്ള ആസ്വാദനം തുടക്കക്കാർക്കുണ്ടാകും. ഒരു 12-16 മണിക്കൂറുകൾ പ്രത്യേകമായ ഒരു ലോകത്തായിരിക്കും, ഒരു പ്രത്യേകമായ ഊർജാവസ്ഥയിലായിരിക്കും. പിന്നീട് എന്താക്കേണ്ടി വരും? ഈ 0.5 പോരാ, കുറച്ചും കൂടി കൂട്ടണം. അധികം പണി. 0.5 തന്നെ ഇതിന്റെ ഉപഭോക്താക്കളായ ആൾക്കാർ പിന്നീട് അതിൽ നിന്ന് മുക്തമായ ആൾക്കാർ 1500 രൂപ ഒക്കെ കൊടുത്തിട്ടാണ് വാങ്ങിയതാണ്. പിന്നീട് അതിൽ കൂടുതൽ അളവ് വേണ്ടി വരും. സെക്കൻഡ് ഘട്ടം എന്നാണ് സംശയമാണ്, ഉത്കണ്ഠയുണ്ടാകുക എന്ന് പറയുന്നത്. പിന്നീട് എല്ലാവരുമായിട്ട് പ്രശ്നങ്ങളായിരിക്കും. വീടുകളിൽ ഗ്ലാസുകൾ തച്ചു പൊളിക്കും, ചിലപ്പോൾ ഫ്രിഡ്ജ് അടിച്ചു പൊളിക്കും, ഉമ്മാനെയും ഉപ്പാനെയും മർദ്ദിക്കും, എപ്പോഴും ബഹളമായിരിക്കും. പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ മോഷ്ടിക്കും. ചില വാർത്തകളിൽ കാണുന്നത് നിർത്തിയിട്ട ബൈക്കുകളുടെയും കാറുകളുടെയും ബാറ്ററി മോഷ്ടിച്ചിട്ട് ഈ MDMA വാങ്ങാൻ വേണ്ടി പണം കണ്ടെത്തുന്ന യുവാക്കളെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ്. നാലാമതുണ്ടാകുന്ന പേടിയാണ്, ഭയമാണ്. പിന്നീട് ആത്മഹത്യയിലായിരിക്കും അവർ അഭ്യന്തരിടുക. സഹോദരൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ബോധം നശിപ്പിക്കുന്ന, അവരുടെ ജീവിതത്തെ നരകപൂർണമാക്കി തീർക്കുന്ന, ഓരോ കുടുംബങ്ങളിലും വിലാപങ്ങൾ മാത്രം ഉയരുന്ന, നമുക്കെപ്പോഴും അസ്വസ്ഥതകൾ സമ്മാനിക്കുന്ന ഇത്തരം മാരകമായ പ്രേരകമായ മരുന്നുകളെ കുറിച്ച് എപ്പോഴും ബോധം നമുക്കുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നിയമം എന്താ വരാൻ വേണ്ടി പോകുന്നത്? മദ്യപാനം അത് എല്ലാ മേഖലകളിലും മുമ്പത്തെ പോലെയല്ല, ഒരു നിയന്ത്രണമില്ലാതെ, തോന്നിയവർക്കൊക്കെ നിയന്ത്രണമില്ലാതെ കൊടുക്കാവുന്ന പുതിയ നിയമത്തിനെ കുറിച്ചാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതിൽ കുറേയൊക്കെ തൊഴിൽ കിട്ടുമെന്നൊക്കെ പറയുന്നു. ഒരു സമൂഹത്തെ തന്നെ അധാർമികതയുടെ മേഖലയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പ്രവർത്തനങ്ങൾ വെക്കുമ്പോൾ സഹോദരന്മാരെ, വിശ്വാസികൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുന്നുണ്ട്, പല ആൾക്കാരും ഇത്തരം രൂപത്തിലൊക്കെ, ചില ആൾക്കാർക്ക് മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചിലർ വാദിക്കുന്നത്, പ്രവാചകരെ ഒരു ശാരീരിക ആരോഗ്യം ഉണ്ടാവുകയില്ലേ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഉന്മേഷമുണ്ടല്ലോ, ഒരു പ്രത്യേകമായ ഒരു ഉന്മാദമുണ്ടല്ലോ,
അതൊക്കെ കുടിക്കാൻ പറ്റില്ലെന്നൊക്കെ ചോദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സുബൈത്ത് ഇബ്നു താരിഖ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലെ മദ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നമ അസ്റഖ്വാലിദവാൻ, ഇതൊക്കെ മരുന്നില്ലേ, അതൊന്ന് കുടിക്കുന്നതിന് എന്താ പ്രശ്നം എന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹാ ദാഖുൻ വലൈസത് ബിദവായിൻ, അത് രോഗാണ്. മദ്യം തന്നെ പറഞ്ഞ രോഗാണ്. അതിൽ ഒരു ശമനവുമില്ല, ഒരു ആസ്വാദനമില്ല, ഒരു ആനന്ദവുമില്ല. അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നടന്ന രോഗമാണെന്നാണ്. സഹോദരന്മാർ, എന്തൊക്കെ വിഷയം? ഓർമ്മക്കുറവ്, ധൈര്യക്കുറവ്, അക്രമവാസന, വിഷാദം, വായിലും തൊണ്ടയിലും ക്യാൻസർ, കരൾ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ, ജലദോഷം, പ്രതിരോധ ശക്തി കുറവ്, വിറയല്, ഞരമ്പ് കടച്ചില്, അൾസർ, അകാലമായ വാർദ്ധക്യം, ഹൃദയപേശികളുടെ ശക്തിക്ഷയം, ഹൃദയാഘാതം, അനീമിയ, സ്തനാർബുദങ്ങള്, രക്തവാർച്ചകള്, ഛർദി, ദഹനക്കേട്, ലൈംഗികമായ ശേഷിക്കുറവുകള്, പല അസുഖങ്ങൾക്കും കാരണമായ സംഗതിയാണ് ഇതൊക്കെയും. ഇതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മദ്യം നുകരുക എന്ന് പോയിട്ട്, അല്ലെങ്കിൽ ഒരു ഇത്തരം ലഹരി വസ്തുക്കൾ നുകരുക എന്ന് പോയിട്ട് അത്തരം സദസ്സുകളിൽ പോലും ഇരിക്കാൻ പാടില്ല. ഒരു കല്യാണപ്പാട്ടിൽ നമ്മൾ പോയി, അവിടെ മദ്യം വിളമ്പുന്നുണ്ട്, ഒരു മുസ്ലിമിന് അവിടെ ഇരിക്കാൻ പാടില്ല, അവിടെ പ്രവേശിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ആൾക്കാരുണ്ട്, അവനുമായി കൂട്ടുകൂടാൻ പാടില്ല, അവനുമായി ഒരു ചങ്ങാതിത്വം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഫലാ യജ്ലിസ അലാ മാഇദത്തിൻ യുശ്റബു അലൈഹാ അൽ ഖംർ, ഖംർ വിളമ്പുന്ന, മദ്യം വിളമ്പുന്ന, മയക്കുകൾ വിളമ്പുന്ന അത്തരം സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നാണ്. ഏത് പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംരി ഹശറതൻ, 10 കാര്യത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ലഅനത്ത് ചൊല്ലുന്ന, ശപിക്കട്ടെ എന്നാണ്. ആസിറഹ, മദ്യം വാറ്റുന്നവൻ, വമുർതസിറഹ, അത് ആർക്ക് വേണ്ടിയിട്ടാണ് വാറ്റുന്ന അയാൾ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാബിലഹ, അത് വഹിച്ചെത്തിക്കുന്നവർ, വമഹ്മൂലത്തിലൈ, ആർക്കു വേണ്ടിയാണ് വഹിച്ചെത്തിക്കുന്നത് അവൻ, വസാകിഹ, അത് കുടിപ്പിക്കുന്നവന്, വബാണിഹ, അത് വിൽക്കുന്നവന്, വആകില സമനിഹ, അതിന്റെ വില തിന്നുന്നവന്, വൽമുസ്തരിയലഹ, അത് വിൽക്കുന്നവന്, വൽമുസ്തറാതലഹു, ആർക്കു വേണ്ടി വിലക്ക് വാങ്ങുന്നുവോ അവന്, അവർക്ക് ശാപം ഉണ്ടായിക്കട്ടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമായ ഒരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുൽ ജന്നത മുദ്മിന ഖംറിൻ, ഒരിക്കലും കുടിയൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുൽ ജന്നത ആഖുൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മന്നാൻ, ദാനം ചെയ്ത് എടുത്തു പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ മുദ്മിന ഖംറിൻ, ഒരു കുടിയൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. വലാ വലദു സീനത്തിൻ, വ്യഭിചാരിയായ ഒരു കുഞ്ഞ്, ഒരു കുട്ടി അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന. മൻ ശരിബ ഖംറ ഫി ദുനിയ ഫലം യതൂബ മിൻഹാ ഉദിമഹാ ഫിൽ ആഖിറതി ഫലം യുസ്ഖഹാ, ഒരാൾ കള്ളു കുടിച്ചു തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ ആഖിറത്തിൽ അത് നിഷേധിക്കപ്പെടും, അയാൾക്ക് സ്വർഗ്ഗത്തിലെ വിശിഷ്ടമായ പാനീയം കുടിപ്പിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ് സഅ, അതേ ഖിയാമത്ത് നാളിന്റെ അടിയാളങ്ങളിൽപ്പെട്ടതാണ് അൻ യുർഫൽ ഇൽം, അറിവുകൾ ഉയർത്തപ്പെടും, അറിവുള്ളവർ സമൂഹത്തിൽ കുറയും. വയസ്ബുത്തുൽ ജഹൽ, അറിവില്ലായ്മ വ്യാപിക്കും, അറിവില്ലായ്മ അടിയുറക്കും. വയുശ്റബുൽ ഖംർ, കള്ള് കുടിക്കുന്നവർ വ്യാപിക്കും, കള്ള് കുടിക്കുന്നവർ ലഹരിന്റെ ആൾ വ്യാപിക്കും. വയൽഖറ സിന, വ്യഭിചാരം പ്രത്യക്ഷമാവുകയും ചെയ്യും, വ്യഭിചാരം പ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതൊക്കെയും ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഉള്ളൊരു ബോധം എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കുകയും അതിനെപ്പറ്റിയുള്ളൊരു ജാഗ്രത നമ്മളെപ്പോഴും വെച്ചു പുലർത്തുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സമൂഹത്തിലുണ്ടാകുന്ന ഷർറുകളെ തൊട്ട് നമ്മളെയും നമ്മുടെ സന്താനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാൻ നീ നമുക്ക് തൗഫീഖ് നൽകണമേ. എല്ലാ വിദഗ്ധകളെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്കുള്ള കഴിവും ശക്തിയും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ.
നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇഖ്ലാസും ഇസ്തിഖാമത്തും പ്രദാനം ചെയ്യണമേ. മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.